ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, മത്തായി സുവിശേഷം 7-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനങ്ങളാണ്. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളവ് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഒരു ഇടവക ധ്യാനത്തിന് ഒരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായപ്പോൾ ഈ അമ്മച്ചി പങ്കുവച്ചൊരു കാര്യമാണ്. ഈ അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. പറ്റുന്ന സമയങ്ങളിലെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. എങ്കിലും എൻ്റെ കുടുംബത്തിലേക്ക് ഒരു അനുഗ്രഹം കടന്നു വരുന്നില്ല. എൻ്റെ മകളുടെ വിവാഹം ഒത്തിരി നാളായി ആലോചിക്കാൻ തുടങ്ങി, ഇതുവരെ മകളുടെ വിവാഹം നടക്കുന്നില്ല. ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചോട് പറഞ്ഞു, നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് സഹായിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങളൊന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിച്ചു തന്നു, ഈ അമ്മച്ചി കുർബാന കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ 3-4 പേരുണ്ട്. അപ്പോൾ നാട്ടിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഈ അമ്മച്ചി ഇവരുടെ കൂടെ വരുന്നത്. അപ്പോൾ അമ്മച്ചിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞങ്ങൾ കുർബാന കഴിയുമ്പോൾ ഞങ്ങളുടെ അയൽവക്കക്കാരുണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ മറ്റുള്ള പലരെക്കുറിച്ചും അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് എന്നുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ 15-20 മിനിറ്റ് സമയമാണ് ഈശോ നമ്മുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഈശോയുടെ നന്ദി പറയണം, ഈശോയോട് സംസാരിക്കണം, ഈശോയെ സ്തുതിക്കണം. ആ ഒരു സമയത്താണ് നമ്മൾ ഈ നാട്ടിലുള്ള പലരുടെയും കുറ്റങ്ങൾ അല്ലെങ്കിൽ അവരെയൊക്കെ വിരിച്ച് സംസാരിക്കുന്നത്. അവരെങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, അവളുടെ കല്യാണം നടക്കുന്നില്ല, അവന് ജോലി കിട്ടിയില്ല, അവൻ്റെ മക്കൾ പഠിക്കുന്നില്ല, അവൻ്റെ മക്കൾ അങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നമ്മൾ തന്നെ അടയുകയാണ് ചെയ്യുന്നത്. ഈ അമ്മച്ചിയോട് ഇത് പറഞ്ഞപ്പോൾ അമ്മച്ചി ഇത് അംഗീകരിച്ച് അമ്മച്ചി പറഞ്ഞത് കുമ്പസാരത്തിൽ ഏറ്റു പറയാൻ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും അന്ന് തന്നെ അമ്മച്ചി പോയി അച്ഛനെടുത്ത് പോയി കുമ്പസാരത്തിലെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഈശോയെ സ്വീകരിച്ചു. അതിനുശേഷം അമ്മച്ചിയെ കണ്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞാൻ ഒരിക്കലും ആരുടെയും കുറ്റങ്ങൾ ആരെയും വിളിച്ച് ഇങ്ങനെ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞു. അമ്മച്ചി 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, മകൾക്ക് നല്ലൊരു കല്യാണം അതിങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്, അതിങ്ങനെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി മറ്റു സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഇടവിൽ തന്നെയുള്ള ഒരു ചേട്ടന്, ഈ ചേട്ടന് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ വായുമോട്ട് തുറന്നു, എൻ്റെ വിവാഹമൊന്നും നടന്നിട്ടുണ്ട്, നടക്കാതെ ഇങ്ങനെ നടന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ മറ്റുള്ള സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ സ്നേഹത്തിനൊരു വല്ലാത്തൊരു വിഷമമായി. കാരണം ഈ സ്നേഹിത ശാന്തനാണ്, ആരോടൊന്നും തർക്കത്തിലൊന്നും പറയത്തില്ല. പക്ഷെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കളിയാക്കുന്നത് പോലെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ്റെ 3 പെൺമക്കളുണ്ട്, അവരുടെ കല്യാണം നടന്നില്ല, അതോർത്ത് ചേട്ടന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിലൊരു മകളെ എനിക്ക് കെട്ടിച്ചു തന്നേരെ. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു വിഷമം തീരും, ഞാൻ ഈ കല്യാണം കഴിച്ചില്ല എന്നുള്ള ചേട്ടൻ്റെ ആ പരാതി അങ്ങോട്ട് നീങ്ങുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഈ ചേട്ടന് നമ്മുടെ സുഹൃത്തിനെ കാണുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകളോ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന പങ്കെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മറ്റുള്ളവരെ വിളിച്ച് സംസാരിക്കുവാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇതിനാണ് ചില ആൾക്കാർ ഇങ്ങനെ പറയും, അവരഭിനീതം കൊണ്ടാണ്, ഇവരിനീതം കൊണ്ടാണ് നിങ്ങളുടെ വിവാഹം നടക്കാറ്, മക്കളുടെ വിവാഹം നടക്കാത്തത്, കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരാത്തത് എന്നൊക്കെ പറയുമ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറിപ്പോകാൻ വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള കാരണം നമ്മുടെ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഈശോയെ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സഹോദരരെ കുറ്റപ്പെടുത്തി വിധിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മറ്റുള്ളവരെ വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുമ്പസാരത്തിൽ അനുതാപത്തോടുകൂടി പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പരിഹാരമോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് പരിശുദ്ധ കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.